നമസ്കാരം, എല്ലാവർക്കും CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് കസ്റ്റം ലൈൻ ടൈപ്സ് AutoCADൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് രണ്ട് മെത്തേഡ്സ് നമുക്കുണ്ട്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന രണ്ട് മെത്തേഡാണ്, 2-3 വീഡിയോയിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ ടെക്സ്റ്റും അതുപോലെ തന്നെ സിമ്പിൾസും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ലൈൻ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈൻ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് യൂസ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്യാൻ പോകുന്നത്, അതനുസരിച്ച് ആ ഒരു ക്യാരക്ടേഴ്സ് ഞാൻ ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകണം. സോ അപ്പോൾ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് എടുത്തു, മൾട്ടി ലൈൻ ടെക്സ്റ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് സിമ്പിളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ക്യാരക്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിമ്പിൾസ് ആണെങ്കിൽ ഞാൻ അവിടെ സിമ്പിൾസ് എടുത്തു. സിമ്പിൾസിലാത്തുള്ള പോയി ഞങ്ങൾക്ക് ഒത്തിരി സിമ്പിൾസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എനിവേ ഞാനിതിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ ഞാനിവിടെ നിന്ന് ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഒത്തിരി സിമ്പിൾസ് ഇവിടെ കാണാം, നിങ്ങൾക്ക് കണ്ടോ, ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി സിമ്പിൾസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ഈ ഒരു സിമ്പിൾ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. സോ സെലക്ട് പറഞ്ഞു, ഇവിടെ കോപ്പി പറഞ്ഞു, ദെൻ ഇവിടെ ജസ്റ്റ് ഇതിനൊന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു സിമ്പിൾ ആണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് നോക്കുക, എഡിറ്റ് ചെയ്ത് നോക്കുക. അപ്പോഴും ഇതിൽ മൾട്ടി ലൈനാണ്. അപ്പോൾ പ്രത്യേകം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ലൈൻ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് എല്ലാം തന്നെ നമ്മുടെ ഒരു സിംഗിൾ ലൈനിലായിരിക്കണം. സിംഗിൾ ലൈൻ ടെക്സ്റ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മൾട്ടി ലൈൻ ആയതുകൊണ്ട് നമ്മളതിനെ സിംഗിൾ ലൈനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോഡ് ചെയ്യുകയാണ് ഞാൻ. എൻ്റർ എക്സ്പ്ലോഡ് ചെയ്തു. ഇനി നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു ലൈനിൻ്റെ മിഡിലായിട്ട് എനിക്ക് ഇതിനെ പ്ലേസ് ചെയ്യണം. രണ്ട് സൈഡിൽ ഇങ്ങനെ ചെറിയ ലൈൻ വരണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഷേപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ ഞാനിതിനെ കറക്റ്റ് എനിക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ ടെക്സ്റ്റിൻ്റെ സ്നാപ്പ് ഇവിടെ അതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം അത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ലെഫ്റ്റ് കിടക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിഡിൽ കൊടുത്ത് നോക്കാം. സെൻറ്ററിന് പകരം നമുക്ക് വേണമെങ്കിൽ മിഡിൽ കൊടുക്കാം. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു മിഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് വളരെ ഈസി ആയിട്ട് കണ്ടോ ഇവിടെ ഈ കറക്റ്റായിട്ട് ഇതിനെ മൂവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഏരിയ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ അത് കട്ട് ചെയ്യണമെങ്കിൽ തൽക്കാലം ഞാനിവിടെ ഒരു ചെറിയൊരു സർക്കിൾ ഇങ്ങനെ ഒന്ന് സ്കെച്ച് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ ഞാൻ ഈ ഒരു സർക്കിൾ ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സർക്കിളിൽ മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഇങ്ങനെയുള്ളൊരു ലൈൻ ടൈപ്പാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലൈൻ ടൈപ്പ് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് സേവ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ .lin ലിൻ ഫയലായിട്ടാണ് സേവ് ആവുന്നത്. അപ്പോൾ അത് നമുക്ക് AutoCADൽ സേവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ mkl-type എന്നാണ്, മേക്ക് ലൈൻ ടൈപ്പ്. സോ അതിന് നമുക്ക് mkl-type നമ്മൾ mk എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഇവിടെ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ടുണ്ടായിരിക്കും mkline type എന്ന് പറഞ്ഞിട്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇനി എവിടേക്കാണ് നിങ്ങൾ ഈ ഒരു ഫയൽ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് ഇവിടെ 01 എന്ന് പറഞ്ഞ പേരിൽ ഇവിടെ ഞാൻ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 01 എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഇതിനെ സേവ് ചെയ്യണം. അപ്പോൾ 01 നിങ്ങളിവിടെ ലൈൻ ടൈപ്പ് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ, ലൈൻ ടൈപ്പ് .lin. സോ സേവ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിത് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇവിടെ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നുണ്ട് എൻ്റർ ലൈൻ ടൈപ്പ് നെയിം. അപ്പോൾ നമ്മളൊരു പേര് കൊടുക്കണം. അപ്പോൾ നോർമലി നമുക്കറിയാം ലൈൻ ടൈപ്പ് നമ്മൾ ഇവിടെ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഏത് ലൈൻ ടൈപ്പ് വേണം, ഹിഡൻ ആണോ സെൻറ്റർ ആണോ എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു പേര് കൊടുക്കണം, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും കൊടുക്കണം. പിന്നെ വേണ്ടത് നമ്മളിതിനെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് എവിടെയാണ്, എൻഡ് തരണം. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ലൈൻ ടൈപ്പ് ഫയൽ ഡിഫൈൻ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ലൈൻ ടൈപ്പിൻ്റെ പേര് കൊടുക്കണം. അപ്പോൾ ഞാൻ 01 എന്നുള്ള പേര് തന്നെ ഇതിന് കൊടുത്തു. ലൈൻ ടൈപ്പ് ഡെസ്ക്രിപ്ഷൻ. അപ്പോൾ ഡെസ്ക്രിപ്ഷൻ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡെസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തു. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ഒരു CAD ഓൺലൈൻ എന്നുള്ള രീതിയിൽ കൊടുത്തു. ഓക്കെ, എൻ്റർ ചെയ്തു. ഇനി വേണ്ടത് നമുക്ക് സ്പെസിഫൈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഫോർ ലൈൻ ഡെഫിനേഷൻ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്ക് ഈ ഒരു എൻഡ് പോയിൻറ്റിൽ നിന്നാണ്. ഞാൻ ഈ ഒരു എൻഡ് പോയിൻറ്റ് കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് സ്പെസിഫൈ എൻഡിങ് പോയിൻറ്റ് ഫോർ ലൈൻ ഡെഫിനേഷൻ. സോ ഞാൻ ഈ ഒരു എൻഡ് പോയിൻറ്റ് കൊടുത്തു. ഇനി ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ 2 ലൈനും ഈ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ ഇത് 3 സെലക്ട് ചെയ്തു. 3 സെലക്ഷൻ ആയെന്നുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3 ഫൗണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ. സോ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കണ്ടോ ലൈൻ ടൈപ്പ് 01 ക്രിയേറ്റഡ് ആൻഡ് ലോഡഡ് ഓൾറെഡി ഇതിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് നമുക്കിനി ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമ്മളിവിടെ ലൈൻ ടൈപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടോ ഓൾറെഡി ഇവിടെ 01 എന്ന് പറഞ്ഞ ഒരു ലൈൻ ടൈപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻ വേണമെങ്കിൽ ഈ ലൈൻ ടൈപ്പ് ലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് വരച്ച് നോക്കാം. കണ്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതുപോലത്തെ ഒരു ലൈൻ ടൈപ്പ് കിട്ടും. ഇത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കിൾ വരച്ച് നോക്കാം. അപ്പോൾ അതനുസരിച്ച് അത് സർക്കിളിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു ലൈൻ ടൈപ്പ് സ്കെയിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. LTS എൻ്റർ ചെയ്യുക. അപ്പോൾ സപ്പോസ് ഞാനത് 0.3 ഉണ്ടോ,
അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് 1. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കസ്റ്റം ലൈൻ ടൈപ്പ് നമ്മളൊരു ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു 2 സെഷൻ കൂടിയും വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടിയും കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക, സെയിം ടൈം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.